ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പ്രവാസികളെ, ഈ കൊറോണ കാലം കഴിഞ്ഞു പോകും. ദുരിതം നിങ്ങൾക്ക് വലിയ അനുഭവങ്ങളൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എത്രയോ ദുരിതങ്ങളെ നിങ്ങൾ കടന്നു വന്നവരാണ്. പക്ഷേ ഇവരെ നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല. ഇത് ഒരു താക്കീതായി തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവനായതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ മിണ്ടാതിരുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. കേരളത്തിലെ സർക്കാർ ആയാലും പ്രതിപക്ഷ പാർട്ടികളായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരക്ഷരം പോലും മിണ്ടാത്തവരുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ മെഗാസ്റ്റാറിനെ കുറിച്ച്, സൂപ്പർ സ്റ്റാറിനെ കുറിച്ച്, യുവനടന്മാരെ കുറിച്ച് തന്നെയാണ്. കേരളത്തിലെ സിനിമാ താരങ്ങൾക്ക് രണ്ടാം വീടാണ് വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അറബ് ലോകം, ദുബായ്, ഗൾഫ് രാജ്യങ്ങൾ അവരുടെ രണ്ടാം വീട് തന്നെയാണ്. കേരളത്തിൽ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അറബ് ലോകത്തേക്ക് തന്നെ. അവിടെ വരുന്നത് എല്ലാ ചിലവും പ്രവാസികളുടെ പേരിൽ വഹിച്ചുകൊണ്ടാണ്. പ്രവാസികൾ അവർ തങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ തങ്ങൾക്കാകാവുന്ന രീതിയിലുള്ള പണം സ്വരൂപിച്ച് നൽകിയിട്ട് ചില സംഘടനകളെ ഏൽപ്പിച്ച് ആ വരുന്ന മനുഷ്യനോടൊപ്പം നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. വന്നു കഴിഞ്ഞാലോ കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നത് മുതൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുത്ത് അവരെ വേദിയിലേക്ക് ആനയിക്കുന്നത് വരെ നിങ്ങൾ അവരുടെ കൂടെയുണ്ട്. അവർ സംസാരിക്കുന്നതിനിടയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാനും വേണമെങ്കിൽ ജോലി വരെ മാറ്റിവെച്ച് നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ രണ്ടാം വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരുക്കിയ സ്വീകരണങ്ങൾ അവർ മറന്നു കാണാൻ വഴിയില്ല. കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്. പക്ഷേ അങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രവാസികളെ കൊറോണ കാലത്ത് നിങ്ങൾ ദുഃഖത്തിലായപ്പോൾ, ബുദ്ധിമുട്ടിലായപ്പോൾ, പ്രതിസന്ധിയിലായപ്പോൾ ഏത് മെഗാസ്റ്റാർ ആണ്, ഏത് സൂപ്പർ സ്റ്റാർ ആണ്, ഏത് യുവനടന്മാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം ശബ്ദിച്ചിട്ടുള്ളത്? നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നാവ് അനക്കിയിട്ടുണ്ടോ? ഹൃദയത്തിന്റെ അകത്തു നിന്ന് ചോദിക്കുകയാണ്. ഇവരെയൊക്കെ വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്ക് തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജുകൾ, ഇൻസ്റ്റാഗ്രാമുകൾ, അവരുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ, അവർ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു പോസ്റ്റുകളും നിക്ഷേപിക്കാൻ തയ്യാറായില്ല. മിനിറ്റിന് വെച്ചിട്ട് അവരുടെ ഫോട്ടോകൾ നിക്ഷേപിക്കുന്ന സിനിമാ താരങ്ങൾ പ്രവാസികളുടെ ചിത്രങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിഷേധം അറിയിക്കാൻ അവർ തയ്യാറായില്ല. അത് മെഗാസ്റ്റാർ മമ്മൂട്ടി ആയാലും, സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ആയാലും, സുരേഷ് ഗോപി ആയാലും, അങ്ങനെ മുൻനിര താരങ്ങളിൽ ആരായാലും ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല. പ്രവാസികളെ തിരിച്ചറിയണം. ദുരിതകാലത്ത് നിങ്ങൾ കേരളത്തിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. പ്രളയം വന്ന സമയത്ത് നിങ്ങൾ താങ്ങായി തണലായി നിന്നിട്ടുണ്ട്. പക്ഷേ കൊറോണ വന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങളും ദുരിതത്തിലായതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് എന്ന് പച്ചയായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ പ്രവാസികളെ, അവിടെ കൊറോണ വന്നപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടില്ല. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇവർ വരുമ്പോൾ കാറിന്റെ ഡോറ് തുറന്നു കൊടുത്ത് സെൽഫി എടുക്കാൻ പെടാപ്പാടുപെട്ട് ജോലി എടുത്ത് ലീവ് എടുത്ത് ഇവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന പ്രവാസികളെ തിരിച്ചറിയുക. ഇവരാരും നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. നിങ്ങൾ മാത്രമാണ്. പത്തേമാരി എന്ന സിനിമയിൽ മമ്മൂട്ടി പ്രവാസികളെ കുറിച്ച് വലിയ രീതിയിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ. പ്രവാസികൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. ആ കഷ്ടപ്പാടിന്റെ രൂപമായി തന്നെയാണ് പത്തേമാരി എന്ന സിനിമയിൽ മമ്മൂട്ടി ആ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ദുരിതം പ്രവാസിക്ക് ഒരു വിഷയമല്ല എന്ന് പത്തേമാരി എന്ന സിനിമയിൽ മമ്മൂട്ടി എടുത്തു പറയുന്നു. ഒരു തനി പ്രവാസിയുടെ ജീവിതം തന്നെ ഒരു മുഴുനീള ചിത്രത്തിൽ മോഹൻലാലും അവതരിപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹവും പലപ്പോഴും പ്രവാസ ലോകത്ത്
സ്വീകരണ ചടങ്ങുകളിലേക്ക് പോയിട്ടുണ്ട്, അവാർഡുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഈ 3 പേരും പല യുവനടന്മാരും ഒരക്ഷരം നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടില്ല. ഇനിയെങ്കിലും പ്രവാസികളെ തിരിച്ചറിയുക, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ദുരിതം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന സന്തോഷം മാത്രമേ പ്രവാസികളെ നിങ്ങൾക്കുള്ളൂ. വളരെ വേദനയോട് കൂടി പറയട്ടെ, ഇനിയെങ്കിലും പഠിക്കുക. ഇവരെ പോലെയുള്ളവർക്ക് സ്വീകരണം ഒരുക്കുന്നവർ ചിന്തിക്കുക, കൊറോണ കാലത്ത് നിങ്ങൾ പെട്ടപ്പോൾ ഒരക്ഷരം മിണ്ടാൻ ഇവർ തയ്യാറായിട്ടില്ല എന്ന മുൻധാരണ, കൃത്യമായ ചിന്താഗതി മുന്നിൽ വെച്ച് തന്നെയായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.